കാണാതായിട്ടുള്ള ആദർശ് സഞ്ജുവിൻ്റെ അമ്മ നമുക്കൊപ്പമുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെ മാറി നിൽക്കുന്ന കുഞ്ഞായിരുന്നു? ഇല്ല ഇല്ല, മാറിയൊന്നും നിൽക്കില്ല. നമ്മളെവിടെ പോയാലും കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ അവൻ്റെ അച്ഛൻ ഒരിടത്തും വിടൂല. എൻ്റെ വീട്ടിൽ വർഷത്തിലൊരിക്കൽ ഇങ്ങനെ പോകുന്നതിന് അത് ഒരു ദിവസം നിൽക്കും, പെട്ടെന്ന് കൊണ്ടുവരും. അന്ന് എന്തെങ്കിലും പറഞ്ഞായിരുന്നു സ്കൂളിൽ? ഒന്നും പറഞ്ഞില്ല. രാവിലെ ഞാൻ വിളിച്ചുണർത്തി കാപ്പി ഇതായിട്ട് മക്കളെ എന്നിട്ട് വേണ്ടമ്മ കേക്ക് മതി എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ട് പോയത് അച്ഛൻ്റെ കൂടെ. എനിക്ക് ടാറ്റയും തന്നിട്ട് പോയത്. വേറെ ഒന്നും അറിഞ്ഞൂടാ എൻ്റെ കൊച്ചിനെ കുറിച്ച്. അങ്ങനെ ഇവരുമായിട്ട് ഏറെ നാൾ ഒരുമിച്ചുള്ള അവർ 3 വർഷം കൊണ്ടുള്ള കൂട്ടുകാരാണ്. അവർ തമ്മിൽ പിണങ്ങും, അതൊന്നും ഞാൻ ചോദിക്കില്ല. കൊച്ചുമക്കളല്ലേ, അവരോട് നമ്മളെന്തോന്ന് കാണുക. അവർ എന്നെ ചിലപ്പോൾ ബസ് കിട്ടിയില്ലെങ്കിൽ ഇവിടെ വിളിക്കും, ആദർശ അച്ഛൻ്റെ അടുത്ത് അതിലേ കൂടെ വരാൻ പറ, നമ്മളെയും കൂടെ കയറ്റി ഇവർ കൊണ്ടുപോകും. അച്ഛൻ അവർ വിളിച്ച് വെച്ചാൽ അവർക്ക് വണ്ടി കിട്ടാതെ നിൽക്കണമെന്ന് പറഞ്ഞ് ഇവർ ചെന്ന് വിളിച്ചുകൊണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്യും. അന്ന് ചോദിച്ചായിരുന്നു ഇവരുടെ കൂട്ടുകാരോട് എന്താ? വിപിൻ എന്ന് പറഞ്ഞ കൊച്ചിനെ വിളിച്ച് കേട്ടാൻ പറഞ്ഞ്, ആൻറ്റി അതുവരും പിണങ്ങി ആൻറ്റി അത് അപ്പം ഞങ്ങൾക്ക് എന്തിനു മോനെ പിണങ്ങിയെന്ന് കേട്ടാൻ പറഞ്ഞ്, അത് താഴത്തെ ക്ലാസ്സിലെ കുട്ടിയോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കണില്ല. അവൻ്റെ അടുത്ത് അവൻ്റെ അമ്മ അവനെ കണ്ടില്ലെങ്കിൽ അവൻ്റെ ഫോണിലാണ് വിളിച്ച് അവനെ ചോദിക്കണതെന്നൊക്കെ പറഞ്ഞ്. വേറെ ഒന്നും ആ കൊച്ചു പറഞ്ഞില്ല. ഞങ്ങോട്ട് അവ എവിടെ മോനെന്ന്, അത് മറ്റേ കൊച്ചിൻ്റെ കൂടെ നടന്ന് അങ്ങ് താഴോട്ട് വന്നെന്ന് പറഞ്ഞു. ഇത്രേ ആ കൊച്ചു പറഞ്ഞോളൂ, വേറെ ഒന്നും അറിഞ്ഞുകൂടാ എനിക്ക്. എന്തിനാണ് പിണങ്ങിയെന്നോ എന്താണ് സംഭവം ഒന്നും അറിഞ്ഞില്ല. സ്കൂളുകാരും ഒന്നും പറഞ്ഞില്ല. ഞാൻ സൂപ്രണ്ട് വന്നപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞ് അവർ പിണങ്ങി എന്ന് പറഞ്ഞ് ആദർശിൻ്റെ അടുത്ത് ഞാൻ ചെന്നതിൽ അടുത്തിരുന്ന് ചോദിച്ച് എന്ത് മോനെന്ന് കേട്ടപ്പോൾ അവ ഒന്നും മിണ്ടിയില്ലായിരുന്നു. പരീക്ഷ എഴുതി. മറ്റേ കൊച്ചുങ്ങൾ പറഞ്ഞ് പിണങ്ങിയെന്ന്. അപ്പോൾ അവർ ഒരുമിച്ച് നടക്കണ കുട്ടികളല്ലേ, നമ്മളും അതത്ര കാര്യമാക്കിയില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ആരെങ്കിലും വിളിക്കാത്തത് അവർ പിണങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ എല്ലാ രക്ഷിതാക്കളെയും വരാൻ പറയാത്തത്, അല്ലെങ്കിൽ എന്നെ വിളിക്കാത്തത് ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരുമായിരുന്നല്ലോ. അപ്പോഴവർ പറഞ്ഞത് അങ്ങനെ അത്ര സീരിയസ് ആയിട്ട് അവർ കൂട്ടുകൂടി. അവ ഒന്നും മിണ്ടിയില്ല. ഞാൻ ചോദിച്ചിട്ട് അവ ഒരക്ഷരം മിണ്ടിയില്ല എന്ന് സാറ് പറഞ്ഞു. വേറെ ഒന്നും നമുക്കറിഞ്ഞൂടെ എന്തരെന്ന്. പോലീസ് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല, CS വിളിച്ച് പറഞ്ഞ് വിഷമിക്കേണ്ട, നമ്മളുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ കണ്ടെത്തി തരാം, നിങ്ങളെ സങ്കടം ഞങ്ങൾക്ക് മനസ്സിലാവും എന്നതിനെ CS വിളിച്ചപ്പോഴും പറഞ്ഞു, ഇവിടെ വന്നപ്പോഴും പറഞ്ഞു. ബന്ധുവീട്ടിലൊന്നും പോവാറില്ല? ഇല്ല, ഒരിടത്തും പോവില്ല. നമ്മൾ കൊണ്ടുപോകും, അങ്ങനെ വേറെ ഒരിടം വിടൂല. ഞങ്ങൾ എൻ്റെ അച്ഛനതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരിടം വിടൂല. അവനെ കൊണ്ടുപോകാൻ ഞാൻ പോകുമ്പോഴും കൊണ്ടുപോകും, തിരിച്ചതേപോലെ കൊണ്ടുവരും. ഫോണ് അവന് നേരത്തെ കയ്യിൽ കൊടുക്കുന്നു? ഫോണുണ്ട്, നമ്മൾ ഇത്രയും ദൂരെയല്ലേ, അപ്പം ഇവർ ബസ്സൊന്നും കിട്ടൂല. അപ്പം ഇങ്ങോട്ടുള്ള വഴി അതുകൊണ്ടാണ് കൊടുത്തു വിടുന്നത്. അതവർ സ്കൂളിൽ ചെല്ലുമ്പം സൂപ്രണ്ടിൻ്റെ റൂമിൽ വെച്ചേക്കും, തിരിച്ച് വരാൻ നേരത്തെ എടുത്ത് കൊണ്ടുവരും. അപ്പോഴും ഈ ഓലത്താന്നി എത്താറാകുമ്പോൾ വിളിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് എപ്പോഴും വണ്ടിയില്ല, ഓലത്താന്നി നമ്മുടെ ഈ റൂട്ട് എപ്പോഴും വണ്ടിയില്ല. അതുകൊണ്ടാണ് വൈകിട്ടെന്നും ചെന്ന് അവൻ്റെ അച്ഛൻ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. സമയത്തിന് വണ്ടി കിട്ടൂല പിള്ളേക്ക്, അതുകൊണ്ട് വിളിച്ചുകൊണ്ടുവരും. അങ്ങനെയാണ് ഫോൺ കൊടുക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ചിലപ്പം അവർ ആദ്യത്തെ സ്റ്റെപ്പ് വണ്ടിയിൽ വരും, അല്ലെങ്കിൽ അടുത്ത ട്രിപ്പായിരിക്കും. അപ്പം നമ്മൾ രക്ഷിതാക്കൾക്കല്ലേ, അവർക്ക് പേടി കാണൂല. അങ്ങനെയാണ് കൊടുത്തു വിടുന്നത്. വിളിക്കുമ്പോൾ മക്കൾ എവിടെ എത്തിയാന്ന്, അത് ഫോണില്ലെങ്കിൽ. കാണാതായ കുട്ടി ആദർശിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പോലീസ് അന്വേഷണം തുടരുകയാണ്. കുട്ടിയുടെ അമ്മയുടെ പ്രതികരണമാണ് കണ്ടത്.